നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഗോയിങ് ഔട്ട് ഫോർ ഡേറ്റ്. അപ്പോൾ എനിക്ക് രാവിലെ കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ എ ഡേ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് റെഡി ആയിട്ടുണ്ട്. അതെ, സാരി ഇവിടെ തെറ്റാണ് ഫോട്ടോ വാങ്ങുന്നത്. ഞാനിങ്ങനെ സാരി. അപ്പോൾ ഉച്ച സമയമാണ്, നമുക്ക് ഓട്ടോയിൽ പോകാൻ, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് കരിഞ്ഞു പോവും. അല്ലെങ്കിലും ഓട്ടോയിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷെയർ ഓട്ടോ പോലത്തെ സെറ്റപ്പില്ലേ, അങ്ങനത്തെ ഇതിലാണ് ഞാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഗാർഡൻ ഏരിയയാണ്, വേസു എന്ന് പറയുന്നൊരു സ്ഥലത്തെ. അപ്പോൾ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊള്ളാം. അബിക്കുട്ടാൻ സുന്ദരിയായിട്ടുണ്ട്. വെയിലൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഈ തണൽ നോക്കി നടക്കുക. ഇതൊരു പാർക്ക് സെറ്റ്. ഈവനിങ് ഒക്കെ ഇവിടെ ഫുൾ ആൾക്കാരാവും കേട്ടോ. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എപ്പോഴും മുന്നേ വന്നിരുന്ന സ്ഥലമാണ്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരാറില്ല. നല്ല രസമാണ് കാണാൻ. നമ്മുടെ നൈറ്റ് നല്ല രസമാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കിട്ടിലും വൈബാവും. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്ക്, പിന്നെ വാക്ക് വേ, ഇത് നമുക്ക് ഇരിക്കാൻ കൊള്ളാം. നമ്മൾ നടന്നു പോകുമ്പോൾ അയ്യോ ഇതേതാ ഈ കൊച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്. ഇത് കൊള്ളാം. ഇത് മറ്റേ പിക്കിൾ പാളൊക്കെ ഈവനിങ് സോണാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. ആക്ച്വലി ഈവനിങ് ആകുമ്പോൾ ആൾക്കാർ നടക്കാനിറങ്ങും. പിന്നെ ഇപ്പുറത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, ബൊട്ടീക്കൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഫുഡ് ഒക്കെ ഉണ്ട്. ഗെയിം സോണാണ് ഇത്. ഫുൾ ദൂരം ഉണ്ട് കേട്ടോ. ഇത് ഓരോ സെക്ഷനായിട്ടാണ്. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഈ സൈഡ് മൊത്തം ആ സൈഡ് വരെ ഞാനിതേവരെ കണ്ടിട്ടില്ല. വാവ്, ഇവിടെ എന്തോ ഉണ്ട്. വാക്ക് വേ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഒക്കെ വരച്ച. ഓക്കെ, ഇത് ഡസ്റ്റ്ബിൻ കേട്ടോ, സോറി, ഞാൻ ഇമേജ് ഉദ്ദേശിച്ചു. അപ്പോഴും ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ കുറച്ചേരി ഇരുന്നാലോ. എല്ലാവരും എന്നെ നോക്കുന്നത് ഇത് ചെയ്ത് പൊട്ടത്തി ഒറ്റക്ക് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. അത് സായി അല്ല അവൾക്ക്. അപ്പോൾ ആൾക്കാരങ്ങനെ പലതും പറയും, പക്ഷെ നമ്മളതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് എനിക്കിവിടെ വീണ്ടും പറയാനുള്ളത്. ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ചന്തം നോക്ക്. കിട്ടില്ല സെറ്റപ്പാണ് എല്ലാവരും. ലോകേഷ് ഭായി എല്ലാം പോകുന്നുണ്ട്. മോനെ ഇതൊക്കെ എന്ത് നല്ല വൈബാണെന്നറിയോ, നല്ല രസമുണ്ട് കാണാൻ. ഒരു ആനയുടെ ഫാമിലിയാണ് ഇവിടെ ഉണ്ടാക്കി. ഇവിടെ എന്ത് രസമാണ് നോക്കി. ആക്ച്വലി ഇവർ പുല്ലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട്, അതായത് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാപ്പറ്റൊക്കെ വിരിച്ചിട്ട് അവരിങ്ങനെ കഴിക്കുക. അങ്ങനെ മെയിൻലി സൺഡേ. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, പിന്നെ വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് വാഷ്റൂം ഉണ്ട് കേട്ടോ ഇടയിലിടയിൽ. അത് നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ എഴുതി, ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ട്. അപ്പോൾ കുറച്ച് പിള്ളേർ വന്നു. ഞാൻ അവരുടെ കൂടെ ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ചു. എന്നിട്ട് പിള്ളേർ എൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഉള്ളിലോട്ട് പോകാൻ. അങ്ങനെ ഗൈസ്, ഞാൻ കുറച്ച് കൂടി മുന്നോട്ട്, കാരണം 3 മണിക്ക് ശേഷം ഈ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3 മണി വരെ അവിടെ ഇരിക്കുകയായിരുന്നു. ആ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം പാസ്സായി. കുറച്ച് നേരം എന്തെങ്കിലും എഴുതുകയൊക്കെ ചെയ്യാം. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ നമുക്കത് നല്ല ഒരു വൈബുള്ളൊരു രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് എത്ര രസമുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വേറെ സ്പോട്ട് പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ. നമ്മളിത് ഒറ്റയ്ക്കായത് കൊണ്ട് ഇതാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ, അതായത് എന്നെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന എൻ്റെ സെൽഫി സ്റ്റിക്ക്. ഇത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ വേറെയും ഇതിനു മുമ്പ് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സത്യം പറഞ്ഞാൽ നീ ആരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്? ശരിക്കും ഒറ്റയ്ക്ക് തന്നെയാണോ താമസിക്കുന്നത്? കൂടെ ആരെങ്കിലും ഉണ്ടോ? ബോയ് ഫ്രണ്ട് വല്ലതും എന്നുള്ള ചോദ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളാം, എന്തായാലും എനിക്ക് ഇഷ്ടമായി. കാരണം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയല്ല, എൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസിനെ നിങ്ങൾ അഭിനന്ദിക്കുന്നു. കാരണം വേറൊരാൾക്ക് മാത്രം എടുത്തു തരാൻ പറ്റുന്ന വീഡിയോസ് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട് ഗൈസ്. അബിക്കുട്ടി എന്നെ സുമ്മാ നെച്ചിട്ടിരിക്കാം. അപ്പം ഞാൻ അടുത്ത സ്പോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശരിക്കും ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു വാക്ക് വേയിലൂടെ ഞാനിങ്ങനെ നടന്നു പോകണം. അപ്പുറത്ത് ഇങ്ങനെ ടെർഫൊക്കെയാണ്, നല്ല ചന്തമുള്ള ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ, എന്ത് ഭംഗിയാ കാണാൻ. എന്നാൽ ഞാൻ അടുത്ത് കുറച്ച് ദൂരം പോയിട്ട് ഇവിടെ നിന്ന് ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇതൊരു സെക്ഷനാണ്. എന്നിട്ട് ഞാൻ പിന്നെ പോയിട്ടൊരു കോൾഡ് കോഫിയൊക്കെ ഓർഡർ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു കൊച്ചെൻ്റെ അടുത്ത് പറഞ്ഞു പോയി, അതെനിക്കങ്ങ് ഇഷ്ടമായി. ഫ്രം എ ഗേൾ നമ്മുടെ കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഫാമിലി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് വന്നിട്ടുള്ളത്. അവരുടേതായ കുറച്ച് സമയം നല്ല എസ്തറ്റിക് വൈബാണ് കേട്ടോ. പിന്നെ പാർക്കിൽ ഫുള്ള് കുട്ടികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർ അവരുടെ പാരൻസും ഒക്കെ അധികം സൈഡിൽ കൂടെ നടക്കുക. ഈ ചെറുക്കനങ്ങോട്ടെ. അപ്പോൾ പിന്നെ സൗണ്ടും ബഹളവും ഒക്കെ ആയപ്പോൾ ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടാവാനുള്ള പ്ലാൻ നോക്കി. അങ്ങനെ ഗൈസ്, ഇരുന്നിട്ടും എഴുതിയിട്ടും പിന്നെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ടൈം പോയത് അറിഞ്ഞില്ല. സോ ഓൾറെഡി 5-5:30 കഴിഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഒരു മണിക്ക് മുന്നേ എന്തോ ഇറങ്ങിയതാണ്. ഇനി വീട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഹോം.
ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിരുന്നു. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഈ ഗേറ്റിൽ ഒരു മനുഷ്യപ്രാണി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഫുൾ ഫില്ലാണ് ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് റിട്ടേൺ പോകാൻ പോവാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ. I'm happy to spend time with myself. Bye guys. Stay tuned for the next video.